Hi everyone, welcome back to Groww Malayalam. ETF ഇൻവെസ്റ്റ് ചെയ്തൊക്കെ സിമ്പിൾ ആണ്. ഇൻഡെക്സ് ട്രാക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ അങ്ങനെയല്ല കാര്യം. നിങ്ങൾ ETF ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്താൽ ലോങ് ടേമിൽ റിട്ടേൺസ് കുറഞ്ഞു പോകും. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ ഏത് ETF ആണ് കോർ, അതുപോലെ ഏതാണ് സാറ്റലൈറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ETFs സ്റ്റോക്സ് പോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു സിംഗിൾ കമ്പനിയിലേക്കല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിന് പകരം അസറ്റ്സിന്റെ ഒരു ബാസ്ക്കറ്റിലേക്കാണ്. അപ്പൊ ഈ ഒരു ബാസ്ക്കറ്റിൽ പല കമ്പനികളുടെ സ്റ്റോക്സ് ഉണ്ടാവാം, ബോൺസ് ഉണ്ടാവാം, ഗോൾഡ് സിൽവർ പോലത്തെ കമ്മോഡിറ്റീസ് ഉണ്ടാവും. ഈവൻ ചില ETFs നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോറിൻ കമ്പനിയുടെ സ്റ്റോക്സ് വരെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ETFസിന് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ സാധിക്കും. അതുപോലെ പൊതുവെ ETFs ഒക്കെ പാസീവ്ലി മാനേജ്ഡ് ആവും. അതായത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ Nifty 50 അല്ലെങ്കിൽ BSE സെൻസെക്സ് പോലത്തെ മാർക്കറ്റ് ഇൻഡെക്സ് ആയിരിക്കും അവർ ട്രാക്ക് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മൾ ആക്റ്റീവ് ഫണ്ട്സ് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും. പക്ഷേ ഇവിടുത്തെ കാര്യം ഏറ്റവും ബെസ്റ്റ് ETF നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമല്ല, പകരം ETF വെച്ചിട്ട് നമുക്ക് ശരിയായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുക്കുന്നതിലാണ് ഇവിടുത്തെ കാര്യം വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവോ? ETF യൂസ് ചെയ്തിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് പോലെ തന്നെ ഒരു കോർ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ കോർ പോർഷൻ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്നാൽ സാറ്റലൈറ്റ് പോർഷൻ എന്താണ്, നിങ്ങളുടെ പോർട്ട്ഫോളിയോ റിട്ടേൺസ് ബൈ ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. അപ്പോൾ പൊതുവെ ETF പോർട്ട്ഫോളിയോയുടെ 70 മുതൽ 80% കോർ പോർഷൻ, അതിൽ സാറ്റലൈറ്റ് പോർഷൻ 20 മുതൽ 30%. പക്ഷെ ഇവിടുത്തെ ഒരു ചോദ്യം ഇതാണ്, ഏതൊക്കെ ETF ആണ് നമ്മുടെ കോർ പോർട്ട്ഫോളിയോയിലേക്ക് പോകേണ്ടത്, അതിൽ ഏതൊക്കെയാണ് സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോയിലേക്ക് പോകേണ്ടത്? അപ്പൊ അത് നമുക്കിന്ന് നോക്കിയാലോ? അപ്പൊ ആദ്യം നമുക്ക് നോക്കാം നമ്മുടെ കോർ പോർട്ട്ഫോളിയോയിൽ ഏതൊക്കെ ETF ആണ് വരേണ്ടതെന്ന്. കോർ പോർട്ട്ഫോളിയോയുടെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരതമ്യം കുറവ് വോളറ്റിലിറ്റി നൽകുക, അതിൽ ലോങ് ടേമിലേക്ക് സ്ട്രോങ് ബേസ് നൽകുക എന്നാണ്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കൺസിഡർ ചെയ്യാവുന്ന കുറച്ച് കോർ പോർട്ട്ഫോളിയോ ETFs വരുന്നത് ലാർജ് ക്യാപ് ബേസ് Nifty 100 അല്ലെങ്കിൽ BSE 100, ഓൾ മാർക്കറ്റ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ Nifty 500 അല്ലെങ്കിൽ BSE 500 ഇൻഡീസസ്, Nifty ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ്. പിന്നെ നിങ്ങളുടെ റിസ്ക് ടോളറൻസ് ബേസ് ചെയ്ത് Nifty അല്ലെങ്കിൽ BSE Midcap 150, Nifty അല്ലെങ്കിൽ BSE Smallcap 250 ഇൻഡീസസ്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസിന്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് Nifty 100 ഇൻഡെക്സ് നോക്കാം. ഫുൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ ബേസിൽ Nifty 500 എന്നുള്ള ടോപ്പ് 100 കമ്പനീസ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് Nifty 100. ഇപ്പൊ Nifty 50 അതുപോലെ Nifty Next 50യുടെ കമ്പൈൻഡ് പോർട്ട്ഫോളിയോ ബിഹേവിയർ ആണ് ഈ ഒരു ഇൻഡെക്സ് ഇവിടെ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ ഈ ഒരു ഇൻഡെക്സ് 10.24% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതുപോലെ 5 വർഷത്തിൽ 14.91% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്ന ETFസും ഓൾമോസ്റ്റ് സെയിം റിട്ടേൺസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പൊ ട്രാക്കിംഗ് അതുപോലെ എക്സ്പെൻസ് റേഷ്യോയുടെ ഇമ്പാക്ട് കാരണം ചെറിയൊരു ഡിഫറൻസ് ഇവിടെ കാണാം. കഴിഞ്ഞ 5 വർഷത്തിൽ ടോപ്പ് 3 Nifty 100 ETFs വരുന്ന LIC മ്യൂച്വൽ ഫണ്ട്സ് Nifty 100 ETF, ICICI Prudential Nifty 100 ETF, നിപ്പോൺ ഇന്ത്യ ETF Nifty 100 ആണ്. ഇനി Nifty 500 എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസിൽ NSE ലിസ്റ്റ് ചെയ്തേക്കുന്ന ടോപ്പ് 500 കമ്പനീസ് റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ്. അപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ ഒരു ഇൻഡെക്സ് 7.76% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതിൽ 5 വർഷത്തിൽ 16.88% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്ന ETFസും ഏകദേശം സെയിം റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ട്രാക്കിംഗ് അതുപോലെ എക്സ്പെൻസ് റേഷ്യോ കാരണം ചെറിയൊരു ഡിഫറൻസ് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരേ ഒരു ETF മാത്രമാണ് ഈ ഒരു ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്നത്, അതാണ് മോത്തിലാൽ ഓസ്വാൾ Nifty 500 ETF. അപ്പൊ സെപ്റ്റംബർ 2023 ഈ ഒരു ETF ലോഞ്ച് ചെയ്ത്. ലോഞ്ച് ചെയ്ത അന്ന് തൊട്ട് ഈ ഒരു ETFന്റെ റിട്ടേൺസ് എന്ന് പറഞ്ഞത് 15.73%. ഇനി അടുത്തത് Nifty Midcap 150 ഇൻഡെക്സ് ആണ്. ഫുൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ ബേസിൽ Nifty 500 എന്നുള്ള അടുത്ത 150 കമ്പനീസ് ആണ് Nifty Midcap 150 ഇൻഡെക്സ് ട്രാക്ക് ചെയ്തത്. അതായത് 101 മുതൽ 250 വരെ റാങ്കിംഗ് ഉള്ള കമ്പനികൾ. അപ്പൊ മിഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കമ്പനീസിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനാണ് ഈ ഒരു ഇൻഡെക്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു വർഷത്തിൽ ഈ ഒരു ഇൻഡെക്സ് 5.98% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതിൽ 5 വർഷത്തിൽ 24.04% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്ന ETFും ഓൾമോസ്റ്റ് സെയിം റിട്ടേൺസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ ട്രാക്കിംഗ് അല്ലെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ കാരണം ചെറിയൊരു മാറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ ടോപ്പ് 3 Nifty Midcap 150 ETFs വരുന്ന മിറായ് അസറ്റ് Nifty Midcap 150 ETF, ICICI Prudential Nifty Midcap 150 ETF, അതുപോലെ നിപ്പോൺ ഇന്ത്യ ETF Nifty Midcap 150 ആണ്. എന്നാൽ നിങ്ങൾക്ക് ഇനിയിപ്പം ലാർജ് ക്യാപ്പ് അതുപോലെ മിഡ് ക്യാപ്പ് രണ്ടിലേക്ക് എക്സ്പോഷർ ഉള്ള ഇൻഡെക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് Nifty LargeMidCap 250 ഇൻഡെക്സ് നിങ്ങൾക്ക് നോക്കാം. ഒറ്റൊരു ETF മാത്രമാണ് ഈ ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്നത്, അതാണ് എൽവൈസ് Nifty LargeMidCap 250 ETF. അപ്പൊ ഈ ഒരു ഫണ്ട് സെപ്റ്റംബർ 2025 ലോഞ്ച് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഡേറ്റ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുവരെ അവൈലബിൾ അല്ല. ഇനി Nifty 500 ബാക്കി 250 കമ്പനീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് Nifty Smallcap 250. അതായത് 251 മുതൽ 500 വരെ റാങ്കിംഗ് ഉള്ള കമ്പനീസ്. അപ്പൊ സ്മോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കമ്പനീസിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനാണ് ഈ ഒരു ഇൻഡെക്സ് ഇവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിൽ ഈ ഒരു ഇൻഡെക്സ് 23.31% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. എന്നാൽ 1 ഇയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്ന ETFും ഓൾമോസ്റ്റ് സെയിം റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാക്കിംഗ് അതുപോലെ എക്സ്പെൻസ് റേഷ്യോ പറഞ്ഞാൽ ചെറിയൊരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ടാവാം. അപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിൽ ടോപ്പ് 2
നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ETFs വരുന്ന മോത്തിലാൽ ഓസ്വാൾ നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ETF, അതിൽ HDFC നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ETF ആണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ബ്രോഡ് മാർക്കറ്റ് ഇൻഡിസസിലേക്ക് എക്സ്പോഷർ വേണമെങ്കിൽ നിങ്ങൾക്ക് നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് BSE സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസ് ട്രാക്ക് ചെയ്യുന്ന ETFs നിങ്ങൾക്ക് നോക്കാം. അതുപോലെ അത് നിങ്ങളുടെ കോർ പോർട്ട്ഫോളിയോ പാർട്ട് ആക്കാം നിങ്ങൾക്ക്, ലൈക്ക് BSE 100, BSE 250, ലാർജ് മിഡ് ക്യാപ് ഇൻഡെക്സ്, BSE മിഡ് ക്യാപ്, BSE സ്മോൾ ക്യാപ്, അതുപോലെ BSE 500 ഇൻഡെക്സ്. ഇനി നമുക്ക് സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന കുറച്ച് ETFs നമുക്ക് നോക്കാം. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ പോലെ തന്നെ നിങ്ങൾക്ക് സെക്ടോറിലും തിമാറ്റിക് ആയി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസ് ട്രാക്ക് ചെയ്യുന്ന ETFs നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ കോർ പോർട്ട്ഫോളിയോ നിങ്ങളുടെ പോർട്ട്ഫോളിയോക്ക് ഓവറോൾ സ്റ്റെബിലിറ്റി നൽകുമ്പോൾ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ ലക്ഷ്യം എന്ന് വന്ന് പോർട്ട്ഫോളിയോ റിട്ടേൺസ് കൂട്ടാനാണ്. അപ്പൊ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ സെക്ടോറിൽ അതിൽ തിമാറ്റിക് ETFs ഉണ്ട്. അപ്പൊ ഇത് സെക്ടോറിൽ അതിൽ തിമാറ്റിക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസ് ട്രാക്ക് ചെയ്യും. എന്നാൽ ഈ ഒരു ETFs വോളറ്റിലിറ്റി പൊതുവെ കൂടുതലാണ്. അതിൽ പെർഫോമൻസ് നമ്മളോട് നോക്കുകയാണെങ്കിൽ സൈക്ലിക്കലും ആണ്. അതായത് ഇന്നിപ്പം ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു തീം അല്ലെങ്കിൽ സെക്ടർ എന്നും ഇവിടെ ടോപ്പ് ആയിട്ട് നിൽക്കണം ഒരു നിർബന്ധമില്ല. ഇപ്പം എക്കണോമിക് കണ്ടീഷൻ, ഗ്ലോബൽ ഫാക്ടേഴ്സ് പോലത്തെ കാരണങ്ങൾ കൊണ്ട് പെർഫോമൻസ് ബൈറ്റായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ശരിയായിട്ടുള്ള ETF സെലക്ട് ചെയ്തിട്ട് ടൈമിംഗ് അനുസരിച്ച് കറക്റ്റ് ടൈമിൽ എൻട്രി ചെയ്യും, അതുപോലെ എക്സിറ്റ് ചെയ്യണം നമ്മളിവിടെ പറയുന്നുള്ള മെയിൻ കാര്യം. അപ്പൊ ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഒരു മെയിൻ ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെ നിങ്ങൾക്ക് BSE ഇൻഡിസസ് ട്രാക്ക് ചെയ്യുന്ന സെക്ടോറിൽ അതിൽ തിമാറ്റിക് ETFs നോക്കാം. അപ്പൊ ഇക്വിറ്റീസ് നമ്മൾ കോർ അതിൽ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതിന്റെ ഒപ്പം ഇൻവെസ്റ്റേഴ്സ് ഇക്വിറ്റി റിസ്ക് കുറയ്ക്കാനായിട്ട് അസറ്റ് ക്ലാസ്സിലേക്കും കൂടി ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഗോൾഡും സിൽവറും ആണ്. പൊതുവെ ഗോൾഡും ഇക്വിറ്റീസും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോ റിസ്ക് കുറയ്ക്കാനായിട്ട് ഇൻവെസ്റ്റേഴ്സിനും ഗോൾഡ് അതിൽ സിൽവർ ETFsലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണക്കാക്കാവുന്നതാണ്. ഇവിടെ ഓവറോൾ പോർട്ട്ഫോളിയോയുടെ ഒരു 15 മുതൽ 20% നിങ്ങൾക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഗോൾഡ് ETF ഇൻവെസ്റ്റേഴ്സിന് പണം ഹൈ പ്യൂരിറ്റി ഫിസിക്കൽ ഗോൾഡിലേക്കാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേസമയത്ത് ഇതെല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആണ്. നമുക്ക് ഷെയർസ് പോലെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവുന്നതാണ് ഇതൊക്കെ. അപ്പം ഈ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് സിൽവർ ETFs ഇവിടെ വരുന്നത്. ഇവിടുത്തെ ഒരേ ഒരു വ്യത്യാസം പറഞ്ഞാൽ ഗോൾഡിന് പകരം ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ് സിൽവർ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ടോപ്പ് 3 ഗോൾഡ് ETFs, അതൊരു ടോപ്പ് 3 സിൽവർ ETFs വരുന്നത്. അപ്പൊ സിൽവർ അല്ലെങ്കിൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് NAV അതുപോലെ INAVയുടെ ഡിഫറൻസ് ഇവിടെ മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ പോലെ മാർക്കറ്റ് വോളറ്റൈൽ ആയിരിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടുനോക്കാം. സോ ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഫോക്കസ് ETFs ആണ് നമ്മൾ നോക്കിയത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ മൊത്തം ഇന്ത്യനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് കൺട്രി സ്പെസിഫിക് റിസ്ക് എടുക്കുകയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇന്റർനാഷണൽ ETFs ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ കൂടി ലഭിക്കും, ഗ്ലോബൽ ഗ്രോത്തിലേക്കും കൂടി എക്സ്പോഷർ കൂടി നമുക്ക് ഇവിടെ ലഭിക്കും. ഇപ്പോൾ ലോങ് ടേം വോളറ്റിലിറ്റി ഒരു പരിധി വരെ നമുക്ക് ഇവിടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ പൊതുവെ ഇന്റർനാഷണൽ ETFs സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോയുടെ പാർട്ടാണ്. അപ്പോൾ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ ഒരു 10 മുതൽ 20% അലോക്കേഷൻ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ മാർക്കറ്റ് എക്സ്ട്രീംലി വോളറ്റൈൽ ആയിരുന്നപ്പോൾ ഇന്റർനാഷണൽ ETFs നല്ലപോലെ ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 3 ഇയർ റിട്ടേൺസിന്റെ ബേസിൽ ടോപ്പ് 5 ഇന്റർനാഷണൽ ETFs വരുന്നത് ഇതൊക്കെയാണ്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, പല ഇന്റർനാഷണൽ ETFsലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടെമ്പററി ആയിട്ട് നിർത്തിയിട്ടുണ്ട്. കാരണം RBI ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ്സിൽ സ്ട്രിക്ട് ലിമിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഡസ്ട്രി ക്യാപ് $7 billion, ഓരോ AMCക്ക് $1 billion, ഓവർസീസ് ETF-നായിട്ട് സെപ്പറേറ്റ് $1 billion ലിമിറ്റ്. സോ നിങ്ങൾ ഓർക്കുക, ETF ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ETF വാങ്ങുന്നത് മാത്രമല്ല, സ്ട്രക്ചറോട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ETF-ന്റെ കേസിൽ കോർ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോക്കായിട്ട് നിങ്ങൾ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട്. അതിൽ അസറ്റ് അലോക്കേഷൻ വഴി നിങ്ങൾക്ക് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാം. അപ്പോൾ കോർ ETFs-ന് പോർട്ട്ഫോളിയോയിലേക്ക് സ്റ്റെബിലിറ്റി നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേസമയത്ത് സാറ്റലൈറ്റ് ETFs-ന് റിട്ടേൺസ് അതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ETF സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഓർക്കുക, ഇത് കോർ പോർട്ട്ഫോളിയോക്ക് ആണോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോക്ക് ആണോ എന്നുള്ള കാര്യം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയാണ്. അപ്പോൾ നിങ്ങളുടെ ഗോൾ, റിസ്ക് അപ്പറ്റേറ്റ്, അതുപോലെ ടൈം ഹൊറിസോൺ അനുസരിച്ചിട്ട് വേണം നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പം നിങ്ങളിപ്പം നിലവിൽ ഏത് ETF-ലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.